2012 കൊച്ചിയിലെ ഒരു ചെറു ഗ്യാരേജിൽ ഒരു സ്വപ്നം രൂപപ്പെട്ടിരുന്നു. ഇന്ത്യയെ ഉണർത്താനുള്ള സ്വപ്നം. ഇന്ധനത്തിലൂടെയല്ല, ആഗ്രഹത്തിലൂടെയാണ്. ആ സ്വപ്നത്തിന് അയാളൊരു പേരും നൽകി, ഫ്യൂവൽ അപ്പ് എനർജി. ഫ്യൂവൽ അപ്പ് എന്ന ബ്രാൻഡിൻ്റെ വളർച്ച ഒരിക്കലും ചെറുതായിരുന്നില്ല. ഏകദേശം 3 വർഷങ്ങൾ കൊണ്ട് ദക്ഷിണേന്ത്യയിലെ എല്ലാ ഹോസ്റ്റലുകളിലും എല്ലാ കടകളിലും ഫ്യൂവൽ അപ്പിൻ്റെ പ്രോഡക്റ്റുകൾ എത്തിയിരുന്നു. കോളേജുകളിലും കോളേജ് ഫെസ്റ്റുകളിലും രാത്രി പഠന സമയങ്ങളിലുമൊക്കെ യുവജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാനീയമായി ഫ്യൂവൽ അപ്പ് മാറിക്കഴിഞ്ഞിരുന്നു. ഈ വളർച്ച കണ്ടിട്ടായിരിക്കണം ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡായിട്ട് ഫ്യൂവൽ അപ്പ് മാറിക്കഴിഞ്ഞിരുന്നു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏകദേശം 5 കോടി രൂപയാണ് ഫണ്ടിങ് ആയിട്ട് അവർ നേടിയത്. പിന്നെ ബ്രാൻഡിങ്ങിലൂടെയും പുതിയ പുതിയ രുചികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തും ബോളിവുഡിലെ വൻനിര താരങ്ങളെ കൊണ്ട് പരസ്യങ്ങൾ ചെയ്തും ഫ്യൂവൽ അപ്പ് ചിറക് വിരിച്ച് പറന്നുയരുകയാണ്. 2016 ഏകദേശം 15 കോടി രൂപയുടെ വരുമാനമാണ് ഫ്യൂവൽ അപ്പ് എന്ന ബ്രാൻഡ് ഉണ്ടാക്കിയത്. ഫോബ്സ് ഇന്ത്യ എന്ന മാഗസിൻ പ്രകാരം ഇന്ത്യയിലെ തന്നെ ടോപ്പ് സ്റ്റാർട്ടപ്പ് ടു വാച്ച് എന്ന കാറ്റഗറിയിൽ ഇടം നേടുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന തകർച്ചയെക്കുറിച്ച് നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഏകദേശം 15 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായിരുന്ന ബ്രാൻഡിന് പെട്ടെന്ന് എന്തായിരിക്കും സംഭവിച്ചത്? ഫ്യൂവൽ അപ്പിൻ്റെ ബ്രാൻഡ് എല്ലാവരും വിശ്വസിച്ച് വാങ്ങിച്ച് അവരുടെ പ്രോഡക്റ്റുകൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസമാണ് ലാബിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വലിയ തോതിലുള്ള കഫിൻ്റെ അളവും ഗവൺമെൻറ് നിരോധിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളും അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. വൻ പരസ്യങ്ങൾ കൊടുത്ത് അവരെ വളർത്തിയെടുത്ത മാധ്യമങ്ങൾ പോലും അവരെ തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. ബോയ്ക്കോട്ട് ഫ്യൂവൽ അപ്പ് എന്നുള്ള വലിയൊരു പേരിൽ. ടെസ്റ്റ് റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ വ്യാപാരികൾ പിൻവാങ്ങുകയും ഡീലർമാർ അവരെ വിട്ടു പോവുകയും ചെയ്തു. സ്ഥാപകരാവട്ടെ തകർച്ചയുടെ വക്കിലും. 2018 ഫ്യൂവൽ അപ്പ് പൂട്ടുക എന്ന തീരുമാനത്തിലേക്ക് വരെ സ്ഥാപകർ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ ഫ്യൂവൽ അപ്പ് എന്നുള്ള ബ്രാൻഡിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നവരുടെ ചിന്ത അങ്ങനെ ആയിരുന്നില്ല. അവരെ ലീഡ് ചെയ്തിരുന്ന അവരുടെ സ്ഥാപകരുടെ ചിന്ത പോലും അങ്ങനെ ആയിരുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ അവരുടെ കയ്യിൽ അവരുടെ പേരും അവർ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ബ്രാൻഡും ഉണ്ടായിരുന്നു. അതിനാൽ അവരൊരു തീരുമാനമെടുക്കുകയാണ്. അവരവസാനിക്കുന്നുണ്ടെങ്കിൽ പൊരുതിയെ അവസാനിക്കുന്നുള്ളൂ. എല്ലാവരും തോറ്റുവെന്ന് വിശ്വസിച്ചിരുന്ന ബ്രാൻഡ് തിരിച്ചു വരികയാണെന്നുള്ള പരസ്യങ്ങൾ കേട്ടു തുടങ്ങി. ഫ്യൂവൽ അപ്പ് തിരിച്ചു വരുന്നു. എന്നാൽ ഇത്തവണ പഴയതുപോലെ ആയിരുന്നില്ല. വിത്ത് ഓർഗാനിക് ഇൻഗ്രീഡിയൻസ്, ട്രാൻസ്പെറൻസി ആൻഡ് നോ മിഷൻ. ഫ്യൂവൽ ഫോർ ദ ബോഡി, ക്ലീൻ ഫോർ ദി സോൾ. ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ നാച്ചുറൽ ഡ്രിങ്കാണ് ഫ്യൂവൽ അപ്പ് എന്ന് ലോകത്തിന് വേണ്ടി കാണിച്ചു കൊടുത്തത്. ആയുർവേദ ഇൻഗ്രീഡിയൻറ്റുകളും ഓർഗാനിക് ഘടകങ്ങളും ഫ്രൂട്ട്സിൻ്റെ നാച്ചുറൽ എസൻസും ആഡ് ചെയ്തിട്ടുള്ള അവരുടെ പുതിയ പ്രോഡക്റ്റ്. വിൽപ്പന ഒരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല. പുതിയ ആണെങ്കിലും അവർ പഴയതുപോലെ തന്നെ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം നേടിയെടുത്തു. 2022 അവർ ഏകദേശം 6000 കടകളിൽ തിരിച്ചെത്തി. 2023 ആമസോൺ, ബ്ലിങ്കിറ്റ് പ്ലാറ്റ്ഫോമുകളിലും എത്തി. 2024 ഫ്യൂവൽ അപ്പ് ആദ്യത്തെ അവരുടെ സ്റ്റോറ് ബാംഗ്ലൂരിലും തുറക്കുകയാണ്. ഫ്യൂവൽ അപ്പ് ഒരു ബ്രാൻഡല്ല, അതൊരു തിരിച്ചുവരവാണ്. ഇത് വെറും ആദ്യത്തെ അധ്യായം മാത്രം. എനിവേ, ബൈ.